ഇന്ന് മാർവലിൻ്റെയും ഡിസിയുടെയും ഭാഗത്തു നിന്നുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് പറയാനുള്ളത്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേ സിനിമയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ സിനിമയുടെ സ്ക്രിപ്റ്റിൽ നമ്മുടെ 2Bയുടെ സ്പൈഡർമാൻ ഡെഡ്പൂളിനും വോൾവറിനും എതിരായി ഫൈറ്റ് ചെയ്യുന്ന ഒരു രംഗമുണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെ ഒരു രംഗം ശരിക്കും ഉണ്ടെങ്കിൽ തിയേറ്ററിൽ അതൊരു ബ്ലാസ്റ്റ് തന്നെയായിരിക്കും. ആബ്സല്യൂട്ട് ബാറ്റ്മാൻ ഇങ്ങനൊരു കോമിക്സ് നമ്മൾ കേട്ടിട്ടുണ്ടാകും. വളരെ ഡാർക്കായിട്ടുള്ള ബാറ്റ്മാനെയാണ് ഈ ഒരു കോമിക്സിലുടനീളം കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ഒരു കോമിക്സ് ബേസ് ചെയ്തുകൊണ്ട് DC ഒരു ആനിമേറ്റഡ് സീരീസ് ഒരുക്കാനുള്ള പ്ലാനിലാണെന്നല്ല, അവർ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആനിമേറ്റഡ് സീരീസിൻ്റെ ആബ്സല്യൂട്ട് ബാറ്റ്മാൻ എന്ന ലോഗോ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആനിമേറ്റഡ് സീരീസിന് കുറച്ച് പ്രത്യേകതകൾ കൂടിയുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. കംപ്ലീറ്റ്ലി CG ആനിമേഷനിലായിരിക്കും ഈ ഒരു സീരീസ് ഒരുക്കുക. ബാറ്റ്മാൻ്റെ ഒരു 360 ഡിഗ്രി ക്യാരക്ടർ മോഡലും ഫ്രാൻസിലെ ആൻസി ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ആൻസി ഫെസ്റ്റിവലിലാണ് ആബ്സല്യൂട്ട് ബാറ്റ്മാൻ ആനിമേറ്റഡ് സീരീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫെസ്റ്റിവൽ ആൻസി ആനിമേഷൻ ഫെസ്റ്റിവൽ എന്ന് പറയും. ഇതുപോലെ വരാനിരിക്കുന്ന ആനിമേഷൻ സിനിമകളുടെയും സീരീസുകളുടെയും ഒഫീഷ്യൽ ലോഗോയും പോസ്റ്റേഴ്സൊക്കെ അവിടെ റിലീസ് ചെയ്യും. കോമിക്സ് ലോകത്തെ ഇതിഹാസ എഴുത്തുകാരനായ സ്കോട്ട് സ്നൈഡർ തന്നെയാണ് ഈ സീരീസിൻ്റെ ഷോ റണ്ണറും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമായിട്ട് എത്തുന്നത്. ഒപ്പം ഫേമസ് കോമിക് ആർട്ടിസ്റ്റ് നിക്ക് ഡ്രാഗോട്ടയും ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രൊഡ്യൂസറായിട്ട് വരുന്നുണ്ട്. ആബ്സല്യൂട്ട് ബാറ്റ്മാനിലെ ആ ഒരു ജയൻറ്റ് ബാറ്റ്മാനെ CG ആനിമേഷനിൽ കാണാൻ വേറെ ലെവലായിരിക്കും തന്നെയാണ് കരുതുന്നത്. സൂപ്പർ ഡോഗായ ക്രിപ്റ്റോൻ്റെ ആനിമേറ്റഡ് സീരീസും ഇപ്പോൾ DC പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു സീരീസിൻ്റെ കഥ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ക്രിപ്റ്റോ ഇപ്പോൾ ജീവിക്കുന്ന ഒരു സ്ട്രീറ്റിൽ വലിയ ക്രിമിനൽസ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവരെന്ത് ചെയ്താലും പണി പാളും. അങ്ങനെ അബദ്ധങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടം മണ്ടന്മാർ. ഇങ്ങനെ മണ്ടന്മാരായ ക്രിമിനൽസിൻ്റെ ഇടയിൽ ക്രിപ്റ്റോ വന്ന് എങ്ങനെയോ പെടുന്നതും പിന്നീട് ഉണ്ടാകുന്ന ത്രില്ലിംഗ് ആയുള്ള കോമഡിയും മറ്റും സംഭവങ്ങളാണ് ഈ ഒരു സീരീസിൻ്റെ പ്ലോട്ട്. ജോക്കർ ദ ലോ ഓഫ് റിയോട്ട് ഇതും ഒരു ആനിമേറ്റഡ് സീരീസാണ്. ജോക്കറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആനിമി വരാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞ ആനിമികളെക്കാളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് DCയുടെ ഈ ഒരു ജോക്കർ ആനിമിക്കുള്ളത്. ജോക്കർ എന്ന കഥാപാത്രത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നത് ജോക്കറിൻ്റെ ശത്രുവായുള്ള ബാറ്റ്മാൻ ഉള്ളതുകൊണ്ടാണ്. ആ ഒരു ബാറ്റ്മാനെ ആരോ കൊലപ്പെടുത്തുകയും അങ്ങനെ ഗോതം സിറ്റിയുടെ രക്ഷകനായ ബാറ്റ്മാൻ മരണപ്പെടുകയും ആ കൊലയാളിയെ തേടി ജോക്കർ ഗോതത്തിലെ അണ്ടർവേൾഡ് മൊത്തം തല്ലി തകർക്കുന്നതും പിന്നീട് നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു സീരീസ് പറയുന്നത്. തൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയുള്ള ജോക്കറിൻ്റെ ഈ ക്രൂരമായ വേട്ടയാടൽ അവനെ ഒരു വില്ലനിൽ നിന്ന് പതുക്കെ ഗോതത്തിലെ ഒരു വിജിലാൻറ്റിയുടെ രൂപത്തിലേക്ക് മാറ്റുകയാണ്. എന്നാൽ ഈ യാത്രയുടെ അവസാനം ഭയപ്പെടുത്തുന്ന ഒരു ചോദ്യത്തിന് മുന്നിലാണ് ജോക്കർ വന്നു നിൽക്കുന്നത്. ബാറ്റ്മാൻ ഇല്ലാത്ത ഈ ലോകത്ത് ആരാണ് ജോക്കർ? ആ വില്ലൻ തൻ്റെ ശത്രുവിന് വേണ്ടി റിവെഞ്ച് എടുക്കാൻ ഇറങ്ങുന്ന ഈ വേറിട്ട സൈക്കോ ത്രില്ലർ ആനിമി കാണാനായിട്ട് കാത്തിരിക്കാം.